ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനോടും അമ്മമ്മയോടൊക്കെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞോളാം. രാധമ്മയുടെ ഇഷ്ടം പോലെ രാജു രമ്യയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. രാജു, ഞാൻ പത്മയ, ഋതുമോളുടെ അമ്മ. ഞാൻ രാജുവിനെ കാണാൻ കുന്നത്തുകാവ് ക്ഷേത്രത്തിൽ വന്നിരുന്നു. എന്റെ ശത്രുവായ അംബിക അവിടെ ഉണ്ടായിരുന്നത് കാരണം എനിക്ക് രാജുവിനെയും ഋതുമോളെയും കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ഋതുമോളുടെ അമ്മയാണെന്ന് തുറന്നു പറയാനാ വന്നത്. എന്നെ പ്രസവിച്ച എന്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ. പക്ഷേ അതിനൊന്നിനും കഴിഞ്ഞില്ല. ഒരപേക്ഷ, രാജു എന്റെ മകൾ ഋതികയെ കല്യാണം കഴിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന വിവാഹം. എല്ലാവരുടെ അനുഗ്രഹത്തോടെയാ രാജു അവളെ താലി കെട്ടുന്നത്. പിന്നെന്തിനു പേടിക്കണം എന്ന് നിന്റെ ഋതുമോളുടെ അമ്മ പത്മാവതി. ഋതിക മേഡത്തെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അത് ആ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. മാത്രമല്ല, മേഡത്തെ ചതിച്ച ദൈവം പോലും പൊറുക്കില്ല. വർമ്മ സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, പത്മാവതി മേഡത്തിന്റെ ആ കത്ത എന്നെ ഈ കല്യാണത്തിന് പ്രേരിപ്പിച്ചത്. മാഡത്തിന്റെ എഴുത്ത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കല്യാണം നടക്കുമായിരുന്നില്ല. രാജു. ആ മാഡം. രാജുവിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. ഇത്രയൊന്നും ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല രാജു. ബട്ട് വാട്ട് കാൻ ഐ ഡു? ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു മാഡം. അതാ ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറാൻ പലവട്ടം ശ്രമിച്ചത്. എല്ലാവർക്കും അവരവരുടെ കാര്യം വലുത്. ഞാനൊരു കുടുംബസ്നേഹി ആയതുകൊണ്ട് ആരെ എനിക്ക് തള്ളി പറയാനും പറ്റില്ല. എന്തോ ഞാൻ അങ്ങനെ ആയിപ്പോയി. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു രാജു. എന്താ മാഡം? മറ്റുള്ളവരെയൊക്കെ വിഷമിപ്പിക്കാൻ എനിക്കും ബുദ്ധിമുട്ടാ. ഞാൻ തിരികെ പൊയ്ക്കോളാം. മാഡം, അച്ഛനോടും അമ്മമ്മയോടൊക്കെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞോളാം. രാധമ്മയുടെ ഇഷ്ടം പോലെ രാജു രമ്യയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. എന്നെ ഓർക്ക പോലും വേണ്ട. മാഡം, രാജു മോളെ താലി കെട്ടിയതേ മോളെ പെരുവഴിയിൽ ഉപേക്ഷിക്കാനല്ല. ഇങ്ങനൊന്നും പറയല്ലേ മോളെ. ഞങ്ങളുടെ രാജു അത്ര ചതിയനൊന്നുമല്ല. ഇവൻ കല്യാണം കഴിച്ചതേ മോളെ കൂടെ പൊറപ്പിക്കാൻ തന്നെയാണ്. പിന്നെ ഇവിടത്തെ കാര്യം, ഇതൊരു കുടുംബം അല്ലയോ മോളെ. ചട്ടിയും കലമാവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. അത് ചിലപ്പോ പൊട്ടിപ്പോയെന്ന് ഇരിക്കും. അതൊന്നും വകവയ്ക്കരുത്. പിന്നെ ഇവന്റെ അമ്മ രാധമ്മ ക്രൂരയൊന്നുമല്ല, ഒരയ്യോ പാവം. അവളെ കൂടോത്രം ചെയ്ത് രമ്യ അവളുടെ അമ്മയും കൂടെ വശത്താക്കിയതാ പ്രശ്നം. മോളെ,
കോഴിമുട്ടയെ കൊടുക്കുന്ന കൂടോത്രം ഫലിക്കും. പക്ഷെ അത് ചെയ്തവർക്കിട്ട് തിരിച്ചടിക്കുകയും ചെയ്യും. ഇപ്പൊ തിരിച്ചടിച്ചതേ രമ്യക്കിട്ട. അവള് കുറെ കിടന്ന് ബബ്ബ അടിക്കും. പിന്നെ മത്തുങ്കൽ ചാർത്തനാർ എന്നൊരു പിശാശുണ്ട്. ആ പിശാശിനെ ആവാഹിച്ച ഇവര് കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്തത്. ആ പിശാശ് ഇപ്പൊ തിരിച്ച് രമ്യയുടെ ശരീരത്തിൽ കൂടിയിരിക്കുക. ഇതൊന്നും ഓർത്ത് മക്കള് പേടിക്കരുത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. മക്കള് സങ്കടമൊക്കെ മാറ്റിയിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. ആഹാരം കഴിക്കാൻ വാ. അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മോളെ. എന്താ വല്യമ്മ? ആ മണിയറ ഒരുക്കാനേ ഇത്തിരി കാശ് ചെലവായി. കടം വാങ്ങിച്ചാ ഞാനത് ചെയ്തത്. അതിനെന്താ, കാശ് ഞാൻ തരാലോ. പൈസ അയക്കേണ്ട നമ്പർ ഉണ്ടോ? ആ ഉണ്ട്. അയച്ചിട്ടുണ്ട് കേട്ടോ. എത്ര അയച്ചത്? 10,000. അയ്യോ, തങ്കക്കട്ടി. വാ വാ, അത്താഴം കഴിക്ക് വാ. നിന്റെ മുഖം എന്താ കാക്ക കുത്തിയ കിളിച്ചുണ്ട മാമ്പഴ പോലെ ഇരിക്കുന്നത്? ചേട്ടാ, തമാശയും കൊണ്ട് എന്റെ അടുത്തേക്ക് വരല്ലേ. മുമ്പെന്റെ തമാശയൊക്കെ വലിയ ഇഷ്ടമായിരുന്നല്ലോ. അത് ഇഷ്ടമായിട്ടൊന്നും അല്ല, നിങ്ങളുടെ വിളറിയ മുഖം കാണണ്ടല്ലോ എന്ന് കരുതി വെറുതെ ചിരിച്ചു നിന്നതാ. അത് ശരി. അപ്പൊ ഇത്രയും നാളെ നീ വഞ്ചിക്കായിരുന്നല്ലേ? ജേട്ടൻ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ കാല് മാറിയേ? മനസ്സിലായില്ല. നിങ്ങളുടെ തള്ള ചാടിക്കേറിയത് പോലെ നിങ്ങൾ അവളുടെ വള്ളത്തിലേക്ക് ചാടിക്കേറിയത് എന്തിനാന്ന്? അത് പാവം നിന്റെ ആങ്ങളുടെ കൊതുമ്പുള്ളല്ലേടി, അത് മുക്കണോ? നമ്മൾ ഇത്രയും നാളും ആ രമ്യയുടെ കൂടെ അല്ലായിരുന്നോ, അമ്മ ഉൾപ്പെടെ? ഓ, അവളെ കഥയൊക്കെ ജഗബൊക ആയി പോയില്ലേ. അവൾ ഇനി ഈ വഴിക്കൊന്നും വരില്ല. നമ്മളും വഴിമാറി നടക്കുന്നതാ നല്ലത്. അതാണോ നിങ്ങളുടെ അമ്മയോടൊപ്പം നിങ്ങളും അവരുടെ? അയ്യോ, വിശുദ്ധ ഭാര്യാഭർത്താക്കന്മാര് ആരെയെങ്കിലും തട്ടാനുള്ള ഗൂഢാലോചനയാണെങ്കിൽ ഞാൻ അങ്ങ് മാറിയേക്കാം. അയ്യോ അച്ഛനെ തട്ടിക്കളയണമെന്ന് ഇവൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എടാ, അവളെ ഞാൻ വളർത്തിയതാ, നല്ല സ്വഭാവ ഗുണത്തിലാ വളർത്തിയത്. നിന്റെ കൂടെ കൂടിയതിനു ശേഷം അവളൊരു ദുർഗുണമൂർത്തിയായിട്ട് മാറി. എടേ, ഇവിടെ ആരുമില്ലേടി എനിക്കിതിരെ ആഹാരം വിളമ്പി തരാൻ? അമ്മേ, അമ്മേ, എന്താടി? അച്ഛന് ആഹാരം വിളമ്പി കൊടുക്കാൻ. ഇങ്ങേർക്കിപ്പൊ മരുമകളുണ്ടല്ലോ, അവള് വിളമ്പി കൊടുത്തോളും. എടേ, നിന്നെ ചാക്ക് ചരളിൽ കെട്ടിയല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നല്ല ഒന്നാം തരം സ്വർണ്ണ താലിമാല കെട്ടിയ നിന്നെ കൊണ്ടുവന്നു.